അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടുകൾ, നബി ഭാര്യമാർക്ക് വേണ്ടി തയ്യാറാക്കിയ വീടുകൾ വളരെ ലളിതമായ വീടുകളായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ വീടുകളൊക്കെ പിൽക്കാലത്ത് പൊളിച്ച് മാറ്റപ്പെട്ടു. അതിന് 2-3 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, മസ്ജിദുൻ നബവി വീണ്ടും വീണ്ടും വികസിപ്പിക്കേണ്ടി വന്നു. എപ്പോഴും അങ്ങനെയാണ്. വിശ്വാസികൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പള്ളികളിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. രണ്ടാമത്തേത്, നാം പറഞ്ഞതുപോലെ വളരെ ലളിതമായ വീടുകളായിരുന്നു ഇവ. അവയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വസ്തുവകകളൊന്നും ഒരുപാട് കാലം നിലനിൽക്കില്ല. അതുകൊണ്ട് ചില ആൾക്കാർ പറയാറുണ്ട്, ഇത്തരം ചരിത്ര അധ്യായങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നിർമ്മിതികളൊക്കെ സത്യത്തിൽ സംരക്ഷിക്കേണ്ടതല്ലേ എന്ന് പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. ആണ്, അതിൽ സന്ദേഹമില്ല. പക്ഷേ അതിനെ സംരക്ഷിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടാകും. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെ ഗവർണറായിരുന്ന കാലത്താണ് അന്നത്തെ ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഈ ഭവനങ്ങൾ പൊളിച്ച് പള്ളി വികസിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്ന ചരിത്രം. അന്ന് ഒരുപാട് അസ്വസ്ഥതകൾ അതിൻ്റെ പേരിൽ ഉണ്ടായി, മുറുമുറുപ്പുകൾ ഉണ്ടായി. പക്ഷേ അതിനൊന്നും പരിഗണിക്കാൻ കഴിയുമായിരുന്നില്ല. അതൊക്കെ വെറും വൈകാരികതയാണ്. വൈകാരികത ആവാം, പക്ഷേ പ്രായോഗികത കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ആ വീടുകളിൽ ഒരു വീട് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഇതിൻ്റെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം പൂർത്തിയായി. പിന്നെ പല ചരിത്ര സംഭവങ്ങളും ഉണ്ടായി. അതെല്ലാം വളരെ ചെറിയ രൂപത്തിലൂടെ നമ്മുടെ ഈ സംസാരത്തിൽ വരാനിരിക്കുകയാണ്. അപ്പോഴേക്കും വിശ്വാസികൾ വർദ്ധിച്ചു. നിലവിലുള്ള പള്ളി പോരാ, വ്യാസമില്ല, മതിയായ സൗകര്യമില്ല എന്നത് ഒരു പൊതുവായ അഭിപ്രായമായി മാറി. എല്ലാവർക്കും അങ്ങനെ അഭിപ്രായമുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അടിസ്ഥാനപരമായി പള്ളികൾ അങ്ങനെ മോടി കൂട്ടുന്നതിനോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെ ശ്രദ്ധ പള്ളിയുടെ ഉള്ളിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളിലായിരിക്കണം ഉടക്കി നിൽക്കേണ്ടത്. അല്ലാതെ പള്ളിയുടെ അലങ്കാരങ്ങളിലും ഭംഗികളിലും സൗകര്യങ്ങളിലും ആയിപ്പോകും. നബിയുടെ കാലത്തോ സഹാബിമാരുടെ കാലത്തോ അതിന് കുഴപ്പങ്ങളൊന്നും വന്നുകൊള്ളണമെന്നില്ല. പക്ഷേ പിൽക്കാലത്ത് അത് ഒരു വൈകാരികത, ഒരു മത്സര്യം തുടങ്ങിയ അർത്ഥത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യത നബി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പലരും നബിയോട് പള്ളി വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ അലങ്കരിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നബി പറയുന്നത് അരീഷുൻ കഅരീഷി മൂസ നബിയുടേതുപോലെ ഒരു ചെറ്റക്കുടി അല്ലെങ്കിൽ ഒരു പന്തൽ, അത് മതി എന്നായിരുന്നു നബിയുടെ നിലപാട്. പക്ഷേ ഹിജ്റ 7-ാം വർഷമാകുമ്പോഴേക്കും ഒരുപാട് വിശ്വാസികളുടെ കാലത്ത് ഒരുപാട് വർധനവ് വന്നു. അതിന് കാരണം എല്ലാവർക്കും അറിയാം. ജനങ്ങൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകാൻ തുടങ്ങിയത്, അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും, ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്. ഹുദൈബിയ സന്ധി ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യമായൊരു അനുഭവമാണ്. രാഷ്ട്രീയപരമായും മതപരമായും ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു സംഭവം. നമ്മൾ നന്നായി പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹുദൈബിയ സന്ധിയോടുകൂടെ ഒരു കാര്യം തുറന്നു കിട്ടി. പുറത്തേക്കുള്ള വാതിലുകൾ അതുവരേക്കും
സുരക്ഷിതമായി സമാധാനത്തോടെ ആർക്കും പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നില്ല, നടക്കാൻ കഴിയുമായിരുന്നില്ല. ഭീതിയുണ്ടായിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു എല്ലാവർക്കും, മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും. അത്രയും വലിയ സംഭവങ്ങളാണ് നടന്നത്. ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, അഹ്സാബ് യുദ്ധം, ഈ 3 യുദ്ധങ്ങൾ നടന്നപ്പോഴേക്കും വീറും വാശിയൊക്കെ അതിൻ്റെ പാരമ്പര്യത്തിലെത്തിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിജ്റ 6-ാം വർഷത്തിൽ ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത്. ഹുദൈബിയ സന്ധി മുസ്ലിമീങ്ങൾക്ക് അത്ര അനുകൂലമായിരുന്നു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അതിൽ മുസ്ലിമീങ്ങൾ അനുഭവിച്ച ഒരു വലിയ സൗകര്യം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, അത് നിർഭയം യാത്ര ചെയ്യാനുള്ള, പോകാനും വരാനുമുള്ള ഒരവസരമായിരുന്നു. അത് ഉപയോഗപ്പെടുത്തി ഇസ്ലാമിക പ്രബോധനത്തിൽ നബിയും സഹാബിമാരും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതോടുകൂടെ ജനങ്ങൾ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ നബിയുടെ മുമ്പിൽ വീണ്ടും അതേ പ്രശ്നം വന്നു. പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.